അടഞ്ഞു കിടന്ന ഹോർമോസ് തുറക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായി തുറക്കുക എന്നതാണ് ഇപ്പോഴത്തെ താൽക്കാലിക കരാറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഈ പൂർണ്ണമായി തുറക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് ഇറാനാവും എന്നാണ് പൊതുവെയുള്ള ചിന്ത. കാരണം ഇറാന് നേരെയുള്ള ഉപരോധം, ഇറാൻ്റെ ഒരൊറ്റ എണ്ണക്കപ്പലും പുറത്തേക്ക് പോകാത്ത ഒരു അന്തരീക്ഷത്തിൽ വളരെ ഗോസ്റ്റ് ഷിപ്പുകൾ ചിലതെല്ലാം പോയി എന്നത് സത്യമാണ്. പക്ഷേ നേരായ മാർഗത്തിൽ ഉപരോധം ഭേദിച്ചുകൊണ്ട് ഒരു കപ്പലിനും പോകാനാവാത്തത് കൊണ്ട് ഇറാൻ്റെ എണ്ണ കെട്ടിക്കിടക്കുകയാണ്. കുറേയൊക്കെ കത്തിച്ചു കളയേണ്ടി വരുന്നു, കുറേയൊക്കെ കടലിൽ ഒഴുക്കിയെന്ന റിപ്പോർട്ടുകളുണ്ട്. എണ്ണക്കിണറുകളൊക്കെ അങ്ങനെ മൂടി വെച്ച് അടച്ച് ഭദ്രമായി സൂക്ഷിക്കാനാവില്ലല്ലോ. നിരന്തരം എണ്ണ ഉത്പാദനം ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഫ്ലോ ശരിയായി നിൽക്കൂ. അതുകൊണ്ട് ഇറാന് വലിയൊരു ആശ്വാസമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നാമത് ശരിയുമാണ്. പക്ഷെ ഏറ്റവും അധികം ആശ്വാസ നിശ്വാസങ്ങൾ ഉതിർക്കുന്നത് 6 GCC രാജ്യങ്ങളാണ്. അതിൽ ഒമാൻ മാത്രമാണ് ഒരു എക്സിറ്റ് പോയിന്റ് പൂർണ്ണമായി പുറം ലോകത്തേക്കുള്ളത്. പക്ഷെ ഒമാന്റെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും ഇറാന്റെ ആക്രമണങ്ങൾ നടന്നു. ഒമാൻ ഒരു സുഹൃത്ത് രാജ്യം കൂടി, ഇറാനോട് ചെറിയ സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് എന്നതുകൂടി ഇത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട്. പക്ഷെ ഖത്തർ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഗ്യാസാണ്. സൗത്ത് പാസ് ഇറാൻ്റെ ഭാഗത്തും ഖത്തറിൻ്റെ ഭാഗത്ത് വടക്കും ഇറാൻ്റെ ഭാഗത്ത് തെക്കും കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഈ സൗത്ത് പാസ്, ആ ഒരു ഭാഗത്തുള്ള എണ്ണപ്പാടങ്ങളും വാതക പാടങ്ങളും കടലിനുള്ളിലും അല്ലാതെയുമുള്ള വാതക ശേഖരം, അതാണ് ലോകത്തിൻ്റെ ആകെയുള്ളതിൻ്റെ 1/3 ഖത്തർ ബേസ്ഡാണ് LNG, CNG, LNG വരുന്നത്. അപ്പം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെടുകയായിരുന്നു ഖത്തർ. അപ്പം ഖത്തറിന് വലിയ ആശ്വാസം. ഖത്തർ പലപ്പോഴും ഈ മധ്യസ്ഥ ചർച്ചകളിലെ താരമായിരുന്നു. ചിലപ്പോഴെങ്കിലും വില്ലൻ വേഷവും കിട്ടാറുണ്ട്. താരമായിരുന്നു ഖത്തർ. ഇപ്പോഴും അന്തിമ കരാറിൽ ഏർപ്പെടുന്നതിന് ഖത്തറിൻ്റെയും കൂടെ സമയവും ചിന്തയും വേണ്ടി വന്നു. താൽക്കാലിക കരാറിൽ പോലും അവസാന ഘട്ടത്തിൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത് കെട്ടാതെ വരുമ്പോൾ ഖത്തറിൽ ആണ് ഇറാന്റെ നേതൃത്വം പലരും വന്നിറങ്ങി സംസാരിച്ചത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഖത്തർ കേന്ദ്രീകരിച്ച്, ദോഹ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. അതുകൊണ്ട് സംഘർഷം അവസാനിപ്പിക്കുന്നു, ഹോർമൂസ് തുറക്കുന്നു, പേർഷ്യൻ ഗൾഫിലൂടെയുള്ള ചരക്ക് ഗതാഗതം, പ്രത്യേകിച്ച് എണ്ണ പ്രകൃതിവാതക കടത്ത് അല്ലെങ്കിൽ കടന്നു പോക്ക് സുഗമമാകുന്നു എന്ന് വരുമ്പോൾ ഖത്തറിന് ആശ്വസിക്കാം. ഖത്തറിലാണ് അമേരിക്കൻ വ്യോമതാവളം, ഏറ്റവും വലിയ വ്യോമതാവളമാണ് ആ പ്രദേശത്തെ അൽ ഉദൈദ് വ്യോമതാവളം. അവിടേക്ക് നിരവധി തവണ മിസൈലുകൾ പാഞ്ഞു. പക്ഷേ ഖത്തർ സംയമനം പാലിച്ചു. ഖത്തർ തിരിച്ചടിക്കുമെന്നൊക്കെ ആദ്യം 2025 ഈ താവളം ആക്രമണ വിധേയമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഖത്തർ പ്രത്യാക്രമണത്തിന് മുതിർന്നില്ല. അത് സംയമനം പാലിച്ചതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഖത്തറിനെ ആശ്വസിക്കാം. ബഹ്റിൻ വളരെ ചെറിയ രാജ്യമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം പീഡനം താടനം അനുഭവിച്ച ഒരു രാജ്യം, വളരെ ചെറിയ രാജ്യമായ ബഹ്റിനാണ്. അത് അമേരിക്കൻ കപ്പൽപ്പടയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം കൂടിയാണ് മനാമ. മനാമയ്ക്കെതിരെ നിരന്തരമായി അവസാന റൗണ്ടുകളിൽ പ്രത്യേകിച്ച് ആക്രമണം സംഭവിച്ചു ഇറാനിൽ നിന്നും. അപ്പോഴും ബഹ്റിൻ ഒറ്റയ്ക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയില്ല. പക്ഷേ ബഹ്റിനെ മുൻകാലങ്ങളിൽ GCC രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒറ്റപ്പെടുത്തിയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതെല്ലാം ഉപരോധം കൂടെ വരുമ്പോൾ ബഹ്റിൻ്റെ സമ്പദ് വ്യവസ്ഥയും നട്ടം വരികയായിരുന്നു. കുറച്ച് കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ ഈ രാജ്യങ്ങൾക്കെല്ലാം കഴിയുകയും ചെയ്യും. കാരണം അവരുടെ ആഭ്യന്തരമായ നിക്ഷേപങ്ങളുണ്ട്, വിദേശത്ത് അവർക്ക് ആസ്തികളുണ്ട്, നിക്ഷേപങ്ങളുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ബഹ്റിന്. അത് ഇപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. ബഹ്റിൻ കപ്പലുകൾ വെളിയിലേക്ക് പോകും. ബഹ്റിനിലേക്ക് സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ എത്തും. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഉപഭോഗ മേഖലയിലേക്ക് അവശ്യ സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ എത്തേണ്ടത് വലിയ കണ്ടെയ്നറുകൾ വഴിയാണ്. എണ്ണ മാത്രമല്ല ഇവിടെ കച്ചവടം, എണ്ണ വിൽക്കുന്നു, മറ്റു കാര്യങ്ങൾ വാങ്ങുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകണ്ടേ, അവിടുത്തെ വിപണികൾ പ്രവർത്തിക്കണ്ടേ, അതാണ് കാര്യം. കുവൈറ്റ് ട്രാപ്ഡ് ആണല്ലോ. കുവൈറ്റ്, പേർഷ്യൻ ഗൾഫിൽ കുവൈറ്റിന് പുറത്തേക്ക് പോകാൻ മറ്റു വഴികളൊന്നും തന്നെയില്ല. പേർഷ്യൻ ഗൾഫിൽ ഹോർമൂസ് കടലെടുക്ക് കടക്കാതെ പേർഷ്യൻ ഗൾഫ് മുഴുവൻ കടന്നു വന്ന് മുഴുവൻ ദൂരവും സഞ്ചരിച്ച് പേർഷ്യൻ ഗൾഫിൻ്റെ അഗ്രഭാഗത്ത് വന്ന് ഹോർമൂസ് കടന്നാണ് കുവൈറ്റി കപ്പലുകൾക്ക് പുറത്തേക്ക്, എണ്ണ കപ്പലുകളാകട്ടെ മറ്റു കപ്പലുകളാകട്ടെ, പുറത്തേക്ക് പോകാൻ കഴിയുക. കുവൈറ്റ് വലിയ രീതിയിൽ അവസാന നിമിഷങ്ങളിൽ ആക്രമണ വിധേയമായി. കുവൈറ്റിൻ്റെ എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1 ആക്രമണ വിധേയമായി. കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഇറാനിൽ നിന്നും ഏറ്റവും അധികം ആക്രമണം നേരിട്ടത് കുവൈറ്റ് ആൻഡ് ബഹ്റൈൻ ആണ്. അപ്പോൾ കുവൈറ്റിനും ആശ്വസിക്കാൻ ഈ കരാറിലൂടെ
താൽക്കാലികമായി വെടിനിർത്തലാണെങ്കിൽ പോലും, താൽക്കാലികമായ എണ്ണ നീക്കമാണെങ്കിൽ പോലും, താൽക്കാലികമായി വിഭവങ്ങൾ എത്തുന്നതാണെങ്കിലും കുവൈറ്റിനെ ആശ്വസിക്കാൻ വകയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ, സൗദി അറേബ്യ ആൻഡ് UAE. ഇത് സ്വല്പം ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്, അവരുടെ ഒരു മനോഭാവം. നോക്കൂ, അതിൽ സൗദി അറേബ്യ എടുക്കാം. സൗദി അറേബ്യ എക്കാലത്തും ഇറാന്റെ മറുപക്ഷത്ത് നിന്നിരുന്നു. അതിന് പലരും ഉപരിപ്ലവമായ കാരണങ്ങളാണ് പറയുന്നത്. ഒരു രാജ്യം ഷിയ രാജ്യമാണ് ഇറാൻ, സുന്നി അറബ് രാജ്യമാണ് സൗദി. അതുകൊണ്ട് അറബി നോൺ അറബ് വ്യത്യാസം, അതുപോലെ ഷിയ സുന്നി വൈജാത്യം, ഇതെല്ലാമാണ്. അല്ലെങ്കിൽ ഇറാൻ ഒരു പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്, ജനാധിപത്യ ക്രമമാണ്, ഒരു കൺട്രോൾ ഡെമോക്രസി ആണെങ്കിൽ പോലും ജനാധിപത്യമാണ്. അതേസമയം രാജ്യഭരണമാണ് സൗദി. അത് മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഒരു പ്രത്യേകിച്ച് GCC മേഖലയിലെ നേതൃസ്ഥാനം അവകാശപ്പെടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പം അവിടെ സൗദിയും ഇറാനും തമ്മിലുള്ള തർക്കം പരിഹരിച്ചാൽ മേഖല ശാന്തമാവും. ചില ദ്വീപുകളുടെ മേലും മറ്റും ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. സൗദിയും ഇറാനും തമ്മിൽ ചില തർക്കങ്ങളുണ്ട്. പക്ഷെ അത് അവസാനിച്ചാൽ എല്ലാം ഭദ്രമാകും എന്നത് അറിയായികയല്ല. അത് മാത്രമല്ല 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടു. അമേരിക്കയുടെ പുരികങ്ങൾ ചുളിഞ്ഞൊരു സമയമായിരുന്നു അത്. ചൈനയ്ക്ക് ഒരിക്കലും അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാവേണ്ടതല്ല. പക്ഷേ ചൈനയുടെ മധ്യസ്ഥതയിൽ പഴയ തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു കരാറാണ്. ആ കരാർ എത്രത്തോളം ദുർബലമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് തെളിയുകയും ചെയ്തു. കാരണം ആദ്യ ഘട്ടത്തിലൊക്കെ ഇറാൻ ആക്രമിച്ചത് സൗദിയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ കൂടിയാണ്. അപ്പം സൗദി അറേബ്യ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്, ആ പ്രദേശത്തെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്. വൻതോതിൽ അമേരിക്കൻ നിക്ഷേപങ്ങളുണ്ട് സൗദിയിൽ. പക്ഷേ ഇവിടെ ഒരു മാറ്റം എന്നെങ്കിലും സാധ്യമായാൽ, അറബ് ഇസ്ലാമ ലോകത്ത് പൊതുവെയും GCC ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ചും ഒരു മാറ്റം ഉണ്ടായാൽ, ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടായാൽ, അമേരിക്കയോടുള്ള സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ, അതിന് ചുക്കാൻ പിടിക്കേണ്ടത് ആധുനിക സൗദി അറേബ്യയാണ്. അതിന് പരിഷ്കരണവാദിയായ രാജകുമാരൻ MBS മുഹമ്മദ് ബിൻ സൽമാൻ, ആ രാജകുമാരൻ്റെ അല്ലെങ്കിൽ കിരീടാവകാശിയായ MBS, അദ്ദേഹമാണ് വലിയ രീതിയിൽ സൗദിയെ ഒരു ശക്തിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി അക്ഷീണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദിയുടെ ചില കാര്യങ്ങൾ, കാലഹരണപ്പെട്ട ചില ചിന്താഗതികളാണ്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് സാധ്യമല്ല, ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല, ഇതിനുള്ള പഴയ മാമൂലുകൾ, ഇതെല്ലാം മാറ്റിമറിച്ച് കുറച്ചുകൂടി പുരോഗമനാത്മകമായ സൗദി, ആഭ്യന്തരമായ നവീകരണത്തിലൂടെ സൗദി അറേബ്യ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മാത്രമല്ല എണ്ണ ഇന്നല്ലെങ്കിൽ നാളെ ക്രൂഡ് ഓയിൽ അവസാനിക്കും എന്ന ബോധം മുഹമ്മദ് ബിൻ സൽമാനുണ്ട്. അതുകൊണ്ട് എണ്ണയ്ക്ക് ശേഷം എന്ന് ചോദിച്ചാൽ ആരും ചിന്തിക്കാത്ത മാർഗങ്ങളിലൂടെയാണ് ഇപ്പോൾ സൗദി ചിന്തിക്കുന്നത്. പുതിയ നഗരങ്ങൾ ഉണ്ടാക്കുകയാണ്. ദ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സിറ്റി ഉണ്ടാക്കുകയാണ്. കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് കൈൻഡ് ഓഫ് കോറിഡോഴ്സ് ഉള്ള ഒരു വലിയ നഗരം ഉണ്ടാവുകയാണ്. അവിടെ എക്സിസ്റ്റിംഗ് വാണിജ്യ നഗരങ്ങൾ നവീകരിക്കുകയാണ്. അത് മാത്രമല്ല പുതിയ പന്ഥാവുകൾ വെട്ടിത്തുറന്ന് പോവുകയാണ്. അതുകൊണ്ട് ടൂറിസം ബിക്കംസ് ദി മെയിൻ സ്റ്റേ ഓഫ് സൗദി അറേബ്യ. ഇപ്പോൾ GDP-യുടെ ഒരു ചെറിയ ഭാഗമാണ് ടൂറിസത്തിലൂടെ. അത് ഇതുവരെ കണ്ടെത്താത്ത പുതിയ സാധ്യതകളാണ് പറയുന്നത്. അപ്പം അങ്ങനെ സൗദി നവീകരിക്കപ്പെടുകയാണ്, മാറി ചിന്തിക്കുകയാണ്. അമേരിക്ക ബാന്ധവം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സൗദി അറേബ്യയും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട രാജ്യം, ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പേര് വസിക്കുന്ന രാജ്യം എന്ന നിലയിൽ ആകെയുള്ള ഒരു കോടിയോളം ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്ക് വസിക്കുന്ന രാജ്യമാണ് UAE. എമിറേറ്റുകളുടെ സമാഹാരമാണ് UAE എന്ന് പറയുമ്പോൾ. ദുബായും അബുദാബിയും ഷാർജയും റാസൽ ഖൈമയും ഫ്യൂജൈറയും എല്ലാം അടങ്ങുന്ന ഒരു എമിറേറ്റുകളുടെ സമാഹാരം എന്ന നിലയിൽ അവിടെ അബുദാബി ഏറ്റവും പ്രധാനപ്പെട്ട എമിറേറ്റായി നിൽക്കുന്നു. അവിടെ എണ്ണ വലിയ രീതിയിലുണ്ട്. ആ എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോർമൂസ് തന്നെയാണ് ആശ്രയം പ്രധാനമായും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കണ്ടതാണ് UAE-യുടെ എണ്ണ UAE-യുടെ കുറുകെ പമ്പ് ചെയ്ത് ഫ്യൂജൈറ, UAE-യുടെ തന്നെ കിഴക്കൻ തുറമുഖമാണ്. അത് പേർഷ്യൻ ഗൾഫിന് പുറത്തുള്ള തുറമുഖമാണ്. അതായത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്. അങ്ങോട്ട് പമ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ നിന്നും ലോക വിപണികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. സൗദിക്കും അതുപോലെ ചെങ്കടൽ തുറമുഖങ്ങളിലേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോയി കുറുകെ, സൗദി അറേബ്യയുടെ കുറുകെ ഉള്ള പൈപ്പ് ലൈനുകളിലൂടെ ചെങ്കടൽ തുറമുഖത്തേക്ക് കൊണ്ടുപോയി പേർഷ്യൻ ഗൾഫ് അവോയ്ഡ് ചെയ്ത്, ഹോർമൂസ് അവോയ്ഡ് ചെയ്ത് പുറം ലോകത്തേക്ക് സൗദി അറേബ്യ കുറേയൊക്കെ എണ്ണ എത്തിക്കുന്നുണ്ടായിരുന്നു. UAE-യും അതുപോലെ തന്നെ. UAE ഈ കഴിഞ്ഞ ദിവസങ്ങൾ യുദ്ധത്തിൻ്റെ ഇടയിൽ, കഴിഞ്ഞ 100 ദിവസത്തിനു ഇടയിൽ നടന്ന സംഭവമാണ്. പ്രധാനപ്പെട്ട സംഭവം, ഒപ്പെക്കിൽ നിന്നും പിന്മാറി. അതിനർത്ഥം
എണ്ണ സ്വതന്ത്രമായി നിബന്ധനകളില്ലാതെ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കാൻ UAEക്ക് അവകാശം ലഭിച്ചിരിക്കുകയാണ്. ഒപ്പെക്കിന്റെ നിബന്ധനകൾ, ക്വാട്ട നിബന്ധന, മറ്റ് പ്രൈസിംഗ് നിബന്ധനകൾ UAEക്ക് ബാധകമല്ല. ആ അവസരം മുതലാക്കി ഇന്ത്യയും UAEയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നതും ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം UAEയിൽ ഉണ്ടാകുന്നു. പെട്ടെന്ന് ചില ധാരണകളിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യക്കും ഗുണകരമാകാവുന്ന രീതിയിൽ UAE മാറി ചിന്തിക്കണം. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് മൊത്തത്തിലൊരു നിലപാടെടുത്ത് ഇറാൻ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു പരിഭവവും UAEയുടെ ഭാഗത്ത് ഉണ്ടായി. ഈ രാജ്യങ്ങളെല്ലാം പറയുന്നുണ്ട് തങ്ങൾ ഉഗ്രമായി പ്രതികരിക്കും എന്ന് പറയുന്നതല്ലാതെ ഞാൻ 6 രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഈ 6 രാജ്യങ്ങളിൽ ഒരിടത്ത് നിന്ന് പോലും അവരവരുടേതായ ഒരു മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് അല്ലെങ്കിൽ ഒരു വിമാനം ഇറാനെ ലക്ഷ്യമാക്കി പറന്നില്ല. അവിടെ നിന്നെല്ലാം ഉപയോഗിക്കപ്പെട്ടത് കുറേയൊക്കെ അമേരിക്കയുടെ ആയുധങ്ങളാണ്. അമേരിക്ക കപ്പലിൽ നിന്നുകൊണ്ട് മാത്രമല്ല യുദ്ധം ചെയ്ത് ഈ താവളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ എല്ലാ താവളങ്ങളും ഉപയോഗിച്ചിട്ടില്ല. അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടൊരു ചേഞ്ച് ഉണ്ട്. ഈ ചില രാജ്യങ്ങളെ ഇറാൻ വെറുതെ വിട്ടു. നോക്കൂ, അത് വളരെ ഷാർപ്പായി നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ സൗദി അറേബ്യയെ വെറുതെ വിട്ടു. നിരന്തരം താടനങ്ങൾ ഏറ്റുവാങ്ങിയ UAE അവസാന ഘട്ടത്തിൽ ഇറാൻ വെറുതെ വിട്ടു. കാര്യമായ മിസൈലുകൾ ഉണ്ടായില്ല. അവസാനം കുവൈറ്റിനെയും ബഹ്റൈനെയും മാത്രമാണ് അറ്റാക്ക് ചെയ്തത് എന്നുകൂടി ഖത്തറും വെറുതെ വിടപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ UAE ബന്ധമുള്ള ചില കപ്പലുകൾ ഹൂതികൾക്ക് ആയുധം എത്തിക്കാനായി ചെന്നതായി സൗദി അറേബ്യയുടെ പരാതിയുണ്ട്. അതുമാത്രമല്ല, ചില ഗോൾഡ് മൈനിങ് ഒക്കെ സംബന്ധിച്ച് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സുഡാനിലൊക്കെ ചില വിഷയങ്ങളുണ്ട്. അതിൽ UAEയും സൗദിയുടെയും നിലപാടുകൾ പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ പലപ്പോഴും ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് നമുക്ക് തോന്നാമെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള മൂപ്പിളമ തർക്കങ്ങൾ വെളിയിൽ വന്ന സമയം കൂടിയായിരുന്നു ഈ യുദ്ധം. അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് കലാശിച്ചില്ല, പക്ഷേ സമാധാനം വരാൻ പോകുന്നു. ഇപ്പോഴിതാ സമാധാനം വരാൻ പോകുന്നു. ഹോർമൂസിലൂടെ സുഗമമായി എണ്ണ കടത്ത് നടക്കാൻ പോകുന്നു. അപ്പോൾ കെട്ടിക്കിടന്ന എല്ലാ സംഭരണികളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാം എണ്ണ സംഭരണികൾ പൂർണ്ണ കപ്പാസിറ്റിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം തന്നെ അൺലോഡ് ചെയ്യണം. കാത്തുകിടക്കുന്ന കപ്പലുകളിലേക്ക് അത് കയറ്റണം. ആ കപ്പലുകൾ സുഗമമായി വളരെ പെട്ടെന്ന് തന്നെ ഈ 60 ദിവസത്തെ സമാധാനത്തിനുള്ളിൽ ഇതെല്ലാം തന്നെ ഗൾഫ് മേഖല കടക്കണം. പുതിയ കപ്പലുകൾ എത്തണം, എണ്ണ കൊണ്ടുപോകണം. തൽക്കാലത്തേക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥകൾ ഭദ്രം എന്ന് തോന്നാമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ നാളുകളിൽ എന്ത് പെട്ടെന്ന് സംഭവിക്കാവുന്നൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്രത്തോളം വിദേശ നിക്ഷേപം എത്തി. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഡള്ളാണ്. അവിടെ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ ആ ഇക്കോണമി ബൂമിംഗ് ആകണം, ഭാവി സാധ്യത ഉണ്ടാവണം. സമാധാനം ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചാൽ അവിടെ എങ്ങും നിക്ഷേപം ഉണ്ടാവില്ല. റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, മറ്റു മേഖലകളിലും നിക്ഷേപം ഉണ്ടാവില്ല. ദുബായ് പോലെയുള്ള പൂർണ്ണമായി ഫ്രീ പോർട്ട് അധിഷ്ഠിതമായ വികസനം ആഗ്രഹിക്കുന്ന, ഇൻകം ആഗ്രഹിക്കുന്ന ദുബായ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവും? സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണം. ഹോട്ടലുകളിലേക്ക് ആളുകൾ വരണം. ടൂറിസം വികസിക്കണം. ഓക്യുപ്പൻസി റേറ്റ്, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഓക്യുപ്പൻസി റേറ്റ് ഇസ് അബിസ്മലി ലോ നൗ. ഉടനെ എങ്ങും അത് ഈ സമാധാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് കേട്ടാൽ ഉടനെ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലെ ആളുകൾ പറന്നിറങ്ങും. അവിടെ ഹോട്ടലുകളിലേക്ക് പറന്നിറങ്ങും എന്നത് വെറും വ്യാമോഹം മാത്രമാണ്. കാർമേഘങ്ങൾ ഇപ്പോഴും ഉണ്ട്. അന്തരീക്ഷത്തിൽ സംഘർഷത്തിന്റെ കാർമേഘങ്ങളുണ്ട്. ഇറാൻ എന്ന വിഷയം അവിടെ നിൽക്കുന്നു. ബലപ്രയോഗത്തിലൂടെ, ഭീഷണിയിലൂടെ ഒരു ഒപ്പിടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാളെ ഇത് ഇറപ്റ്റ് ചെയ്ത് കൂടായികയില്ല, പൊട്ടിത്തെറിച്ച് കൂടായികയില്ല. ഇത് ആളുകൾക്കറിയാം, ഭരണകൂടങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് മാറി ചിന്തിക്കാനുള്ള, എൻ്റെ പോയിന്റ് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്ന അവസാനമായി, മാറി ചിന്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക്, GCC മേഖലയിലെ രാജ്യങ്ങൾക്ക് മാറി ചിന്തിക്കാൻ ഇത് അവസരമാകുന്നു. അമേരിക്ക ബന്ധവും പൂർണ്ണമായി ഉപേക്ഷിക്കാതെ ഇറാനുമായി നേരിട്ട് ഇടപാടുകൾ നടത്താൻ, ഇറാനെ ശത്രുവായി കാണാതെ ഇറാനുമായി ധാരണയിൽ പോകാൻ ഒരു ഇസ്ലാമിക ഏകീകരണം, ആ ഭാഗത്ത് ഐക്യം, പൊതുവെയുള്ള ഐക്യം, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ തമ്മിൽ ഒരു പ്ലൂറലിസ്റ്റിക് മൊസൈക്കാണ് അവിടെ. ഒരുപാട് വൈജാത്യങ്ങളുണ്ട്. പക്ഷേ യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തണം. എക്രോസ് ദി പേർഷ്യൻ ഗൾഫിന് വടക്കുള്ള ഇറാൻ, തെക്കുള്ള GCC രാജ്യങ്ങൾ ഇവ തമ്മിൽ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ കഴിയണം. അമേരിക്ക അതിന് ഇടങ്കോലിടരുത്. അമേരിക്കൻ എക്സ്പോഷർ ഇൻ പേർഷ്യൻ ഗൾഫ് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാൻ
ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കാൻ സമയമായി എന്ന ചിന്ത അവിടെ പ്രബലമാണ്. പല ഗൾഫ് രാജ്യങ്ങളും ചിന്തിക്കുന്നു, പക്ഷെ ഉറക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. കാരണം അമേരിക്ക ഏത് രീതിയിലും, അമേരിക്കയാണ് അവർക്ക് സംശയം. കാരണം ഇറാനുമായി ധാരണയിലൊക്കെ ഒപ്പിടും, പക്ഷേ അമേരിക്കയ്ക്ക് അവിടെ താവളങ്ങൾ തുടർന്നും ആവശ്യമുണ്ട്. അതിന് സംഘർഷം ആവശ്യമാണ്. ഫുൾ സ്കെയിൽ സംഘർഷമല്ല, മറിച്ച് ചെറിയ രീതിയിലുള്ള ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്റ്റ് അവിടെ ആവശ്യമാണ് എന്നതാണ് അമേരിക്കൻ നയം. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ സമാധാനത്തിലൂടെ മാത്രമേ ടൂറിസം വളരൂ. ഹൈഡ്രോ കാർബണിന് ശേഷം എന്ത് എന്ന ചിന്തയും പൂർണ്ണ സമാധാനത്തിലൂടെ മാത്രമേ ആവൂ. അതിന് മേഖലാപരമായ ധാരണകൾ ഉണ്ടാകണം. ഇസ്രായേൽ ഇപ്പോൾ അവരുടെ ശത്രുവല്ല, ഇറാനും ശത്രുവല്ലാതായി മാറുന്ന ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഇറ്റ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഇറാൻ ആൻഡ് അതർ പേർഷ്യൻ ഗൾഫ് കൺട്രീസ്. GCC മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഈ നാച്ചുറലി അവർ റൈവലറി ഉണ്ടായിട്ട് കാര്യമില്ല. എണ്ണയുടെ കാര്യത്തിൽ പോലും പരസ്പര ധാരണയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കും, മെച്ചപ്പെട്ട ഉത്പാദനം ഉണ്ടാകും, വിതരണം ഉണ്ടാകും. ഇപ്പോൾ എണ്ണയുടെ ക്യാപിറ്റൽ, ഞാൻ ആവർത്തിക്കുന്നു, കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, എണ്ണയുടെ ക്യാപിറ്റൽ പേർഷ്യൻ ഗൾഫിൽ നിന്നും അമേരിക്കയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന രാജ്യവും അമേരിക്കയാണ്. ഇത് അനുകൂല സാഹചര്യമായി അമേരിക്ക മാറ്റിയെടുത്തു. ഇത് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് വിഷയം. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ എണ്ണ വിപണി, കൂടുതൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എണ്ണ വിപണി തിരിച്ചു പിടിക്കണമെങ്കിൽ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഇറാനുമായി ഉൾപ്പെടെ, എണ്ണ ഉൽപ്പാദക രാജ്യമായ ഇറാനുമായിട്ടുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ബുദ്ധി. അതോടൊപ്പം നമുക്കും കിട്ടണം ചിലതൊക്കെ. നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് പോയി വസിക്കാനൊരിടം, പോയി ധനസമ്പാദനത്തിന് ഉപജീവനം കണ്ടെത്താനുള്ള സുരക്ഷിതമായ ഒരിടം ഉണ്ടാവണം. അത് ഗൾഫ് മേഖല തന്നെയാണ്. ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ളത് ഗൾഫ് മേഖലയിൽ തന്നെയാണ്. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ഒരു വലിയ സ്വപ്ന നഷ്ടമുണ്ടാകാതെ വളരെ ശാന്തമായി ഭാവി തലമുറകൾക്കും അവിടെ പോകാനും അവിടുത്തെ സാമ്പത്തിക പ്രക്രിയയിൽ പങ്കാളികളാകാനുമുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ. അതിന് ഗൾഫ് രാജ്യങ്ങളുടെ മാറിയ ചിന്താഗതി സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.